ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞ് അതിന് അടുത്തുള്ള ദിവസം നമുക്ക് ചിക്കനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വരുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പോയപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മണ്ടയ്ക്കടുത്ത് ചില്ലി ഇടാൻ വേണ്ടിയിട്ട് തന്നു. പിന്നെ നമുക്കൊരു പണി തന്നു വെച്ചാൽ അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുമല്ലോ. അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തു. ആക്ച്വലി ഇവിടെ ഉള്ളത് എണ്ണയാണ്. ഞാനത് വല്ല ജീരക വെള്ളമാണെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അത് ആക്ച്വലി എണ്ണയായിരുന്നു. പിന്നീട് ഞാനത് നോക്കുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു എണ്ണയാണെന്നൊക്കെ. അതിനുശേഷം ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യേണ്ടായിരുന്നു. അതൊക്കെ ആഡ് ചെയ്തിട്ട് അപ്പോഴേക്കും ഇവിടെ ഫുൾ ഓഫ് തിരക്കായി ഗൈസ്. ഓരോരുത്തർ അങ്ങോട്ടും കൂടി തിരപ്പര നടക്കലുള്ള അവസ്ഥയായിരുന്നു. ആക്ച്വലി അടുക്കള എൻ്റെ കൺട്രോളായിരുന്നു. ബാക്കിയുള്ളവർക്കും കൂടി കയറി വന്നപ്പോൾ ശരി സമാധാനമായി. അതിനുശേഷം ശരി ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ വന്നിട്ട് ഞാൻ പോയിട്ട് കുറച്ച് ചേച്ചി സ്നാക്സ് തന്നു. കടലമുട്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിക്കായിരുന്നു ഗൈസ്. എന്നിട്ട് അതിൻ്റെ ബാക്കി ചേച്ചിൻ്റെ കുട്ടിക്ക് വേണം അതും ഞാൻ കൊടുത്തു. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊരു സാധനം എടുത്താൽ ആ സാധനം വേണം, ആ പിള്ളേർക്ക് വേണം. പിന്നെ പുറത്ത് നമ്മൾ ഫുഡ് കാര്യങ്ങൾ വെക്കുന്നുണ്ട്, ചിക്കനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ മേമിയും ചേച്ചി അവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ സൈഡിലേക്ക് നടക്കുന്നുണ്ട്. ഇവിടെ വൈത്തിനെ ഞാൻ ആക്ച്വലി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂട്ടിയിട്ട് വന്നതാണ്. അവൾ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയും വെക്കുന്നുണ്ട്. ഇവിടെ പിള്ളേരിന്ന് ഫോണില്ലെങ്കിൽ ഇവർക്കൊന്നും ജീവിക്കാനേ പറ്റില്ല. അതാണ് യഥാർത്ഥം എന്ന് പറയുന്നത്. അതിന് ശേഷം ചില്ലിക്കുള്ള ഇവിടെ ഓയിൽ വന്നിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ചില്ലി ഇടാം, കാരണം ഇവരുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്ക് നമ്മുടെ സമയം പാഴാക്കേണ്ട വേണ്ടിയിട്ട് ചില്ലി ഇടാൻ പോയി ഗൈസ്. അങ്ങനെ ചില്ലിയൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തപ്പോൾ കുഞ്ഞ് പറഞ്ഞു ചേച്ചി ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റുകൊണ്ടിട്ട് പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് എന്തൊക്കെയോ ചെയ്യണം. അതായത് നാരങ്ങ പിഴിയാണ്, കറിവേപ്പില ഇടുകയാണ്, കുറച്ച് ഉള്ളി വണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ എടുത്ത് കൊട്ടണു, എന്തൊക്കെയൊക്കെ കാണിക്കുന്നു. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും ചേച്ചിയും മേമയും കൂടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലേറ്റും എടുത്തിട്ട് കുഞ്ഞു തേരാപ്പര നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.